സർക്കാർ ആശുപത്രി കെട്ടിടം വീഴുമ്പോൾ ആശങ്കയിൽ സർക്കാർ സ്കൂൾ വിദ്യാലയത്തിന്റെ കെട്ടിടവും. കുഴൽമന്നം പല്ലഞ്ചാത്തന്നൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ കെട്ടിടമാണ് നിലം പൊത്താറായിരിക്കുന്നത്. 60ഓളം വിദ്യാർത്ഥികളും 9 ജീവനക്കാരുമാണ് ഇവിടെയുള്ളത്. ഓടിട്ട കെട്ടിടം പല ഭാഗത്തും പൊളിഞ്ഞ് വീഴാറായ നിലയിലാണ്. മഴയിൽ വെള്ളം അകത്ത് ശേഖരിക്കേണ്ട അവസ്ഥയിലും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതോടെ കടുത്ത ആശങ്കയിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന് പുതിയത് പണിയാൻ ഫണ്ടില്ലാത്തതാണ് കാരണം. PTA ഭാരവാഹികളും രക്ഷിതാക്കളും ഇതേക്കുറിച്ച് പരാതിപ്പെട്ടെങ്കിലും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ല. സ്കൂളിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താ വെച്ചാൽ 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. 400 കുട്ടികളോളം ഉള്ള ഒരു സ്കൂളായിരുന്നു. ഇപ്പോൾ അവസ്ഥ 60 കുട്ടികളിലേക്ക് മാറി. എന്താ വെച്ചാൽ ഈ സ്കൂളിൻ്റെ ശോചനീയ അവസ്ഥയാണ് പ്രധാന കാരണം. ചോർന്നൊലിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ കണ്ടതാണ്. പാത്രം വെച്ചിട്ടാണ് വെള്ളം സ്വരൂപിക്കുന്നത്. കുട്ടികൾ വരുമ്പോൾ അത് തെക്കിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഇതിൻ്റെ അകത്തേക്ക് ഇരിക്കുന്നത്. ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പരാതി നിരന്തരം എല്ലാ വകുപ്പുകളും, ഇപ്പോൾ MLA ആണെങ്കിലും MP ആണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും ഈ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇതിൻ്റെ കണ്ണ് തുറന്നുകൊണ്ട് ഒരു ദുരന്തം ഒഴിവാക്കാൻ എത്രയും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചോർച്ച കണക്കിലെടുത്ത് നേരത്തെ എത്തി വെള്ളം കോരിക്കളഞ്ഞാണ് അധ്യാപകരും ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നത്. സ്കൂളിൽ 400ഓളം കുട്ടികൾ ഉണ്ടായിരുന്നിടത്ത് ഇതുകാരണം ഇന്ന് നിർധനരായ 55 വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. പല രക്ഷിതാക്കളും കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർത്തു. കുട്ടികളുടെയും അധ്യാപകരുടെയും ജീവൻ ഈ അവസ്ഥയിൽ ഇവിടെ എത്ര കാലമെന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. എല്ലാ കുട്ടികളെയും മാറ്റിയെടുത്തിരിക്കുകയാണ്. സ്റ്റേജിലൊരു ക്ലാസ് ആയിരുന്നു. അവിടെ ഇതുപോലെ അവസ്ഥ, വെള്ളം വെക്കേണ്ട അവസ്ഥ തന്നെ എല്ലാവിടെയും. അതുകൊണ്ട് കുട്ടികളെ മാറ്റിയെടുത്തിരിക്കുകയാണ്. നമുക്ക് സ്വന്തമായി 32 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് കെട്ടിടത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ ഇടുന്ന സമയത്ത് രക്ഷിതാക്കൾ വന്നിട്ട് നമ്മുടെ കെട്ടിടം മോശമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പുറത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോവുക ചെയ്യണം. ഇവിടെ ഞങ്ങൾ ഈ സ്കൂളിൽ അധികം ഈ പ്രദേശത്തുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ ഭർത്താവൊക്കെ പഠിച്ചിരുന്നത് ഈ സ്കൂളിലാണ്. അവർ പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ സീറ്റില്ല. ഇന്ന് വെറും അത്രയും കുട്ടികളായിരുന്നു. ഇന്ന് വെറും 60 കുട്ടികൾ. അതിനെ ഞങ്ങൾ എല്ലാ വീട്ടുകളിലും പോയിട്ട് ഓരോ കുട്ടികളെ ശേഖരിച്ചിട്ട് വന്നിട്ട് വേണം ഇരുത്താൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമുക്ക് സ്കൂളിൽ വിടാനും പേടിയാണ്. സ്കൂളിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്ത് നാട്ടുകാരുടെ ഒരു അപേക്ഷയായിട്ട് കാണണം. ഞങ്ങൾക്ക് ഈ സ്കൂൾ എന്നും നിലനിർത്തി പോകണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് 95 വർഷം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ ഇനിയും നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുതിയ കെട്ടിടം വേണം. UTV ന്യൂസ്, പാലക്കാട്.